എന്നോട് ഒരുപാട് പേര് ഈ അടുത്തായിട്ട് ഹെയർ ബാൻഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ബാൻഡ്സ് നമുക്ക് തന്നെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 to 3 ഇയേഴ്സ് വരുന്ന കുട്ടികൾക്ക് പറ്റിയ ഹെയർ ബാൻഡ്സ് ആണ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് ഓരോ ഹെയർ ബാൻഡ്സിനും ഉള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ബാൻഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഹെയർ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബനിയനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുട്ടിയുടെ ഹെയർ ബാൻഡ് ഇടുന്ന ഭാഗത്തിൻ്റെ അളവെടുക്കുക. അളവെടുത്തിട്ട് 1 ഇഞ്ച് അതിൽ നിന്ന് മൈനസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ അതിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചസ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചസ് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഞാൻ ഹെഡിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തപ്പോൾ എനിക്ക് 17.5 ഇഞ്ചസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 16.5 ഇഞ്ചാണ് ഞാനിവിടെ ടോട്ടൽ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ആ താഴത്തെ സ്റ്റിച്ചിൻ്റെ മേളിലേക്കാണ് കേട്ടോ കറക്റ്റായിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മേളിലേക്ക് കറക്റ്റായിട്ട് ഒരു 4 ഇഞ്ചസ് ഈ ഒരു സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡിലും 4 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായുടെ ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോർഷൻസിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ പോയേക്കുന്ന സ്റ്റിച്ചിൻ്റെ കറക്റ്റ് മേളിലേക്കാണ് ഞാൻ മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിച്ചിന് ചേർത്ത് തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതായുടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല വശമാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഭാഗം അരികു ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടുന്ന് ഒരറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഭാഗം വരുന്ന രീതിയിൽ 2 സൈഡിലും ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തും ആ സ്റ്റിച്ച് സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ സെൻറ്റർ ഭാഗത്താക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ 2 തുമ്പും ഇതുപോലെ ചേർത്ത് വെക്കുക. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ പ്ലെയിൻ ഭാഗമായിട്ട് ഇതിൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ആ അരികിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമ്മുടെ ഹെയർ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഈ ഒരു പീസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒക്കെ എന്തോരാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് വരുന്നത് 9 ഇഞ്ചസ് ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ വിഡ്ത്ത് 2.5 ഇഞ്ചസ് ആണ് വരുന്നത്. സെയിം 2.5 ഇഞ്ചസ് തന്നെയാണ് ഈ ഒരു സൈഡിലും വരുന്നത്. പിന്നെ ഈ ഒരു കെട്ടിടുന്ന ഭാഗത്തായിട്ട് അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.2 ഇഞ്ചസ് ആണ് വരുന്നത്. പിന്നെ കെട്ടിടാൻ നമ്മൾ എടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഷേപ്പിൻ്റെ മെഷർമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഇതുപോലെ പേപ്പർ വെച്ചിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വെച്ച് തന്നെ കട്ട് ചെയ്യാൻ എളുപ്പമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസിൻ്റെ നല്ല വശത്തേക്ക് ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കിയുള്ള പോർഷൻ ഇവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു പോർഷൻ ഒഴികെ ബാക്കി മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിൽ കൂടി ഇതുപോലെ ഒന്ന് മറിച്ചെടുക്കണം.
മറിച്ചെടുത്തതിന് ശേഷം ഒരു പേന വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മുനയുള്ള ഒരു ഭാഗം വെച്ച് ഇതുപോലെ അതിൻ്റെ എൻഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിവർത്തിയെടുത്ത ആ ഒരു പോർഷനില്ലേ, ആ ഒരു പോർഷൻ്റെ മേളിലായിട്ട് നമുക്ക് ഇത്രയും ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റോട് ചുറ്റും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആ ഓപ്പൺ ചെയ്ത ഭാഗം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഹെയർ ബാൻഡിൻ്റെ ഒരു സെൻറ്റർ അല്ലാത്തൊരു സൈഡിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നിവർത്തിയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് 16.5 ഇഞ്ച് ലെങ്ത്തിലും 4 ഇഞ്ച് വിഡ്ത്തിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പീസ് എടുക്കുമ്പോൾ 2 കളറായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2 പീസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ 2 പീസിൻ്റെയും അരികു ഇവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പീസും ഒന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ 2 പീസും മറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു 3 ഇഞ്ചസ് ലെങ്ത്തുള്ള ഒരു എലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി 6 ഇഞ്ചസ് ലെങ്ത്തിൽ ഞാൻ മറ്റൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ താഴെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചെടുക്കാൻ പാടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അരികിലായിട്ടൊരു പിൻ കുത്തിയിട്ട് ഇതിൻ്റെ ആ പിൻകുള്ളിലൂടെ കയറ്റിയിട്ട് നമ്മളിതൊന്ന് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പീസ് ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ എലാസ്റ്റിക്കിൽ പിൻകുത്തി ആ ഒരു പീസിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കാം. അപ്പോൾ കയറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു 2 തുമ്പിലേക്കും നമ്മുടെ ആ ഒരു പീസിൻ്റെ തുമ്പ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് 2 തുമ്പും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത 2 പീസും എടുക്കുക. അതിലൊരു പീസ് ഇതുപോലെ വെച്ചിട്ട് മറ്റേ പീസ് അതിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഭാഗം സെൻറ്ററിൽ തന്നെ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഭാഗം തന്നെയാണ് ചേർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്കും ഒന്ന് ഫോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് പീസും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നേരെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഈ ഒരു ബിസ്ക്കറ്റ് കളറിൻ്റെ ആ ഒരു എൻഡിലായിട്ട് ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ പീസ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് 2 സൈഡും ഇതുപോലെ അതിൻ്റെ മേൽഭാഗത്തേക്കാക്കി ഫോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എലാസ്റ്റിക്കിൻ്റെ അരികു ഭാഗം നമുക്ക് ഈ ബ്ലാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗത്തുമായിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കണം. ആദ്യം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക്
ആ ഒരു എലാസ്റ്റിക്കിൻ്റെ അരിക് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ അരികും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കണം. അപ്പം അങ്ങനെ നമ്മുടെ സെക്കൻഡ് റിബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഹെയർ ബാൻഡ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബനിയനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു സൈഡ് മാത്രം ഇത് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളുടെ ഹെയർ ബാൻഡ് ഇടുന്ന ഭാഗത്തിൻ്റെ അളവെടുക്കുക. അളവെടുത്തിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അളന്നപ്പോൾ 17.5 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 16.5 ഇഞ്ചസ് ആണ് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ 16.5 ഇഞ്ച് ലെങ്ത്തിലും 5.5 ഇഞ്ച് വിഡ്ത്തിലും ഞാനിവിടെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 ഇഞ്ചസ് ലെങ്ത്തിലും 2.5 ഇഞ്ച് വിഡ്ത്തിലും ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അരിക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരിക് സ്റ്റിച്ച് ചെയ്തിട്ട് നേരത്തെ നമ്മൾ മറിച്ചെടുത്ത പോലെ തന്നെ ഈ പീസും ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ പീസും അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അരികത്തായിട്ട് ഒരു പിൻ കുത്തിയിട്ട് നമ്മൾ നേരത്തെ മറിച്ചെടുത്ത പോലെ ഈ ഒരു കുഞ്ഞി പീസും നമുക്ക് മറിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഈ ചെറിയ പീസ് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞെറിവിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗം ഈ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി വന്ന ആ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ ഒരു പീസ് ഇതുപോലെ നമുക്കൊന്ന് ആ ഒരു സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ച് വെക്കണം. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ബാക്കിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു അരികു ഭാഗം ഇങ്ങോട്ടേക്ക് ഇതുപോലെ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു അരികും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു അരിക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് നമ്മുടെ ഹെയർ ബാൻഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തേർഡ് ഹെയർ ബാൻഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഹെയർ ബാൻഡ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.